ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ഡേയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് തക്കാളി ചമ്മന്തിയാണ്. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. അതിനായിട്ട് ഞാൻ 1/2 കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങ മുഴുപ്പിലുള്ള വാളംപുളി അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ഒരു തരിതരിയായിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് ഒരു 5 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ നമുക്കത് കേടുകൂടാതിരുന്നോളും. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം, എന്നാലും നല്ലെണ്ണയാണ് കുറച്ചും കൂടി തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ അത് പെട്ടെന്ന് ചീത്തയാകത്തുമില്ല. അപ്പം അതിനാണ് നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 6 കഷ്ണം വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് കഴുകി തൊണ്ടോടുകൂടി ഒന്ന് ചതച്ചെടുക്കാം. തൊണ്ട് കളയൊന്നും വേണ്ട. തൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ ആ വെളുത്തുള്ളിയുടെ തൊണ്ട് അതിനകത്ത് കിടന്നിട്ട് അതൊരു ടേസ്റ്റാണ്. നമുക്ക് അത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി അത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം അത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇടാം. എന്താണെന്ന് വെച്ചാൽ എണ്ണ തിളച്ചിരിക്കുകയാണല്ലോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ ആ പൊടി ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ തീ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്ത് ഒന്നും കൂടി കത്തിച്ചു. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുതായിട്ട് ഒരു തരിതരായെന്ന് ഉള്ള ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല പേസ്റ്റായിട്ട് അരയരുത്. ഇതിൻ്റെ തരിയൊക്കെ അതിനകത്ത് കാണണം.
ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇന്നത് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴത് വെള്ളമൊക്കെ കുറച്ച്, തക്കാളിയിലെ ആ വെള്ളമൊക്കെ കുറച്ച് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഞാനിപ്പോൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ശർക്കര ഞാൻ പാനിയായിട്ട് വെച്ചിരിക്കുന്ന കാരണം ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം ശർക്കര പാനി ഇട്ട് കൊടുത്തു. ആ എരിവും ആ ഒരു പുളിയും ആ മധുരവും എല്ലാം കൂടിയായപ്പം വളരെ ടേസ്റ്റാണ്. അത് കായത്തിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്ക് ഇഡ്ഡലിക്കും അപ്പത്തിനും അതുപോലെ ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, നമുക്കത് ആറിക്കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചോറ്റുപാത്രത്തിലോ ഒഴിച്ച് വെച്ചാൽ നമുക്ക് ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റാണ്. അതുപോലെ വളരെ നല്ലതുമാണ്. കണ്ടോ, നമ്മൾ നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കിയത് കാരണം ചീത്തയാവത്തുമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.